പാലക്കാട്ട് എന്നല്ല, പാട്ട് പാലക്കാട്ട് എന്നാണ് ഞങ്ങൾ പറയുക. വേറെ ആർക്കും കോഴിക്കോട്ടുകാർക്കും തരില്ല, കൊച്ചിക്കാർക്കും കൊടുക്കില്ല, ആർക്കും കൊടുക്കില്ല. ഞങ്ങളുടെ ഒരു അഭിമാനമാണ് പാട്ട് എന്ന് പറഞ്ഞാൽ പാലക്കാട്ട്, അതിനപ്പുറം പറയണ്ടെന്ന് പറയും. അപ്പോൾ എന്നോട് എല്ലാവരും ചോദിക്കും, നിങ്ങളെന്താണ് യേശുദാസിൻ്റെ വലിയ ആരാധകനും അഭിനന്ദനും ഭയങ്കര വ്യക്തിപരമായിട്ടും പൂജ ചെയ്തുകൊണ്ട് നടക്കണം? ഞാൻ പറയും, യേശുദാസ് എന്ന് പറയുന്ന ഒരു സംഗീതജ്ഞൻ ഒരു ദിവസം പൊട്ടി മുളയ്ക്കുന്നതല്ല, അതൊരു പരമ്പരയാണ്, ഒരു ഗുരു ശിഷ്യ പരമ്പരയാണ്. മ്യൂസിക് എന്ന് പറയുന്നത് ഫിലിം മ്യൂസിക് അല്ല പറയുന്നത്, സംഗീതം. നോക്കൂ, നിങ്ങൾ യേശുദാസ് എന്ന് പറയുന്ന മനുഷ്യനെ നിങ്ങൾക്ക് ഒരു ആനയെ കൂച്ചുവിലങ്ങാതെ നടത്തണമെങ്കിൽ ഒരൊറ്റ കാര്യം പറഞ്ഞാൽ മതി. ഞാൻ എൻ്റെ ജീവിതത്തിൽ അനുഭവത്തിൽ നിന്ന് പറയുന്ന ഒരു സംഭവമുണ്ട്. യേശുദാസ് ഷോർട്ട് ടെമ്പേർഡാണ്, ക്ഷിപ്ര പ്രസാദിയും ക്ഷിപ്ര കോപിയുമാണ്. പക്ഷെ ഒരു നിമിഷം കൊണ്ട് യേശുദാസിനെ നിങ്ങൾക്ക് വരുതിയിൽ കൊണ്ടുവരാൻ പറ്റും. എങ്ങനെയാണെന്നറിയോ? ചെമ്പൈ സ്വാമി എന്ന് പറഞ്ഞാൽ മതി. സ്വാമി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അപ്പോൾ ദാസേട്ടൻ അവിടെ കൈകൂപ്പി നിങ്ങളുടെ കൂടെ വരും. പാവന ഗുരു പവന പുരാധീശമാശ്രയെ എന്നുള്ള ആ ഗുരുവിൻ്റെ പാട്ട് പാടാതെ അദ്ദേഹത്തിൻ്റെ ഒരു സംഗീത കച്ചേരി ഉണ്ടാവില്ല. ആ ഗുരുത്വത്തിൻ്റെ ഒരു മൂർത്തിമത് ഭാവമാണ് അദ്ദേഹം. അപ്പം ഞാൻ ഈ പാലക്കാട്ടിൽ നിന്ന് വന്നപ്പോൾ, പാലക്കാട്ട് കൊട്ടും പാട്ടുമുള്ള സ്ഥലമാണ്. പല്ലാവൂർ അപ്പുമാരാർ, അല്ലെങ്കിൽ തൃത്താല കേശവപുതാൾ, പല്ലശ്ശന, അങ്ങനെയുള്ള കൊട്ടുകാർ. ഇപ്പുറത്ത് ചെമ്പൈ ആയാലും MD രാമനാഥനായാലും ഈ പാരമ്പര്യത്തിൽ എൻ്റെ വീട്ടിൽ പോലും എൻ്റെ അച്ഛൻ്റെ പെങ്ങന്മാർ, മേമമാരെന്ന് ഞങ്ങൾ പറയുക അവരെയൊക്കെ, അച്ഛൻ പെങ്ങന്മാരെ, അവർക്ക് പോലും കല്യാണം കഴിക്കാൻ വരുമ്പോൾ ലാസ്റ്റ് പഠിപ്പുണ്ടൊക്കെ കഴിഞ്ഞ് ചോദിച്ച്, സൗന്ദര്യമൊന്നുമല്ല, ലാസ്റ്റ് ചോദിക്കും പാട്ടുണ്ടോ കുട്ടിക്ക് എന്ന് ചോദിക്കും.